അങ്ങനെ അവസാനം iOS 18.6.1 എന്ന ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 431.2 MB എൻ്റെ iPhone 13 വന്നിരിക്കുന്നത്. എല്ലാ ഡിവൈസിലും മിക്കവാറും 1 GB താഴത്ത് തന്നെയായിരിക്കും ഈ ഒരു അപ്ഡേഷൻ വരാനുള്ള ചാൻസ് ഉള്ളത്. ഈ ഒരു അപ്ഡേഷൻ എല്ലാ iOS 18 സപ്പോർട്ടഡ് ഡിവൈസിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ബീറ്റാസ് ആണെങ്കിൽ, ഇപ്പോൾ iOS 8 ബീറ്റ ആണെങ്കിലും iOS 26 ബീറ്റ ആണെങ്കിലും ഈ ഒരു ഒഫീഷ്യൽ അപ്ഡേഷൻ കാണാനുള്ള ചാൻസ് ഇല്ല. ആൻഡ് ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പർ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നേരെ സെറ്റിംഗ്സിലേക്ക് പോകാം. ഇവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 18.6.1 22G90 എന്ന്. ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് വലുതായിട്ട് ഒരു ചേഞ്ചാണ് വന്നിരിക്കുന്നത്. എന്താണ് ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് തൊട്ട് മുമ്പ് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു അപ്ഡേഷനിലെ മേജർ ചേഞ്ച് വന്നിരിക്കുന്നത് US-ലെ കൂട്ടുകാർക്കാണ്. നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്ര, ആപ്പിൾ വാച്ച് സീരീസ് 9 and 10 എന്ന് പറഞ്ഞ സീരീസിൽ ബ്ലഡ് ഓക്സിജൻ എന്നുള്ള ഫീച്ചർ എനേബിൾഡ് ആയിരുന്നില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആപ്പ് അവരുടെ വാച്ചിലുണ്ടെങ്കിലും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു ചെറിയ ലീഗൽ ഇഷ്യൂ ആപ്പിൾ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് സോൾവ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ആപ്പിൾ വാച്ചിൽ ബ്ലഡ് ഓക്സിജൻ ഫീച്ചർ ആപ്പിൾ തിരിച്ചുകൊണ്ടുവന്നുണ്ട്. ഈ ഒരു ചേഞ്ചാണ് iOS 18.6.1 എന്ന അപ്ഡേഷനിൽ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലാതെ വേറെ യാതൊരു അപ്ഡേഷനോ അതേപോലെ ഫീച്ചേഴ്സിൻ്റെ ചേഞ്ചോ ഈ ഒരു വട്ടം ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് വന്നിരിക്കുന്ന സെക്യൂരിറ്റി അപ്ഡേറ്റ് ചെക്ക് ചെയ്താലും താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇത് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സെക്യൂരിറ്റി വെബ്സൈറ്റ് ആണ്. ലിങ്ക് ഞാൻ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താഴത്ത് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും iOS 18.6.1 അപ്ഡേഷനിലും ഒരു പുതിയ CEV എൻട്രി ഇല്ല. അതായത് നമുക്കൊരു പുതിയ സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ വേറൊരു യാതൊരു കാര്യങ്ങളും ഈ ഒരു വട്ടം ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അതേപോലെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. സെക്യൂരിറ്റി പാച്ചോ ബാക്കി എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ആപ്പിൾ ഇതിൽ പറഞ്ഞിട്ടില്ല. ഇനി ഈ ഒരു അപ്ഡേഷൻ ചെയ്യാൻ നേരം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഡൗട്ടാണ് ഈ ഒരു അപ്ഡേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ, അതേപോലെ തന്നെ എന്ത് ചേഞ്ചാണ് എൻ്റെ ഫോണിലേക്ക് വരുന്നത്, ഡിസ്പ്ലേ പോകുമോ, പെർഫോമൻസ് ഇഷ്യൂ വരുമോ, ബാറ്ററി ഡ്രെയിൻ ആകുമോ എന്നിങ്ങനെ കുറേ ഡൗട്ട് എപ്പോഴും യൂസേഴ്സിനുള്ളതാണ്, ഇൻക്ലൂഡിങ് എനിക്ക് ഉൾപ്പെടെ ഉണ്ടാകുന്നതാണ്. ഞാൻ ഈ ഒരു അപ്ഡേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നതും iPhone 13 സീരീസിലെ യൂസേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വട്ടം iPhone 13 തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഈ ഒരു അപ്ഡേഷൻ വന്ന് അപ്പം തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. യാതൊരു പ്രശ്നവും എൻ്റെ ഡിവൈസിൽ ഇത്രയും നേരമായിട്ട് എൻ്റെ ഡിവൈസിൽ കാണിക്കുന്നില്ല. അതോടൊപ്പം ഇപ്പോൾ ഡിസ്പ്ലേ ഇഷ്യൂസോ അതേപോലെ ബാറ്ററി ഡ്രെയിനോ യാതൊന്നും എൻ്റെ ഫോണിൽ ഫീൽ ചെയ്യുന്നില്ല. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നമ്മുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ iTunes വഴി അപ്ഡേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മാക്കോ വിൻഡോസോ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഈ പറഞ്ഞ ഐഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു iTunes യൂസ് ചെയ്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യുക. ഓവർ ദ എയർ അഥവാ OTA അപ്ഡേഷൻ ചെയ്യരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. റെക്കമെൻഡേഷൻ എപ്പോഴും iTunes വഴി ചെയ്യുന്നതന്നെയാണ്. ആൻഡ് ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾ ചെയ്താൽ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നെക്സ്റ്റ് അപ്ഡേറ്റ് വരുമ്പോൾ എപ്പോഴും ഡിവൈസ് അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കും, ഫയൽ സൈസ് കുറവായിരിക്കും. അല്ല, നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് സ്കിപ്പ് ചെയ്താൽ നെക്സ്റ്റ് അപ്ഡേറ്റ് വരുമ്പോൾ ആ ഒരു അപ്ഡേറ്റ് സൈസ് കുറച്ചുകൂടെ വലുതായിരിക്കും. അല്ലാതെ വേറെ യാതൊരു പ്രശ്നവും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ ചെയ്തില്ല എന്ന് വെച്ച് നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. എസ്പെഷ്യലി ഈ ഒരു അപ്ഡേറ്റ് ഫോക്കസ് ചെയ്യുന്നതും US-ലെ സിറ്റിസൻസിനാണ്, അല്ലെങ്കിൽ US-ലെ യൂസേഴ്സിനാണ് ഈ പറഞ്ഞ അപ്ഡേഷൻ ഏറ്റവും കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു അപ്ഡേറ്റിന് ശേഷം പെർഫോമൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് വലിയൊരു ബൂസ്റ്റായിട്ട് പറയാനൊന്നും ഫീൽ ചെയ്യുന്നില്ല. യൂഷ്വലി നേരത്തെ iOS 18.6-ൽ എങ്ങനെയായിരുന്നു അതേ സെയിം പെർഫോമൻസും ബാക്കിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. തേർമൽ ആക്ടിവിറ്റി, അതായത് നമുക്ക് ഡിവൈസ് ചൂടാവുന്നുണ്ടോ എന്ന് ചോദിച്ചാലും വലുതായിട്ട് എനിക്ക് ചൂടാവുന്നില്ല. ബാറ്ററിയുടെ മൂച്ചിലുള്ള ഭാഗത്തോ അതേപോലെ സൈഡ് ഗ്രില്ലിൻ്റെ ഭാഗത്തോ എനിക്ക് ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല. വിച്ച് മീൻസ് എനിക്ക് തേർമൽ ഇഷ്യൂസോ അതേപോലെ ബാറ്ററി ഇഷ്യൂസോ പെർഫോമൻസ് ഇഷ്യൂസോ ഫീൽ ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം iOS 18 ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ എന്നീ പറഞ്ഞ കാര്യങ്ങളാണ്. കൂടുതൽ ഫീച്ചേഴ്സ് വരാൻ പോകുന്നത് iOS 26-ലായിരിക്കും. അല്ല, വേറെ ഈ പറയുന്ന പുതിയ പുതിയ ഫീച്ചേഴ്സും അതേപോലെ വലിയ ചേഞ്ചസും iOS 18-ൽ ഇനി വരാനുള്ള ചാൻസ് ഇല്ല. സോ ഈ പറഞ്ഞ iOS 18.6.1 ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് നമ്മുടെ വീഡിയോ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഹോൾ വീഡിയോ. This is Yebin Xavier signing from Evika.